റാപ്പർ വേടൻ വിവാഹിതനാകാൻ ഒരുങ്ങുന്നു. യുവ എഴുത്തുകാരി നവമി ലതയാണ് വധു. പക്ഷേ വിവാഹം പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, റാപ്പർ വേടൻ്റെ ഏറ്റവും അടുത്ത അഭ്യുദയകാംക്ഷിയും സർവോപരി റാപ്പർ വേടനെ ഏത് വിഷയത്തിലും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ഒപ്പം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന എം.വി. ഗോവിന്ദൻ മാഷാണ്. അതെ, CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സർക്കാർ നടത്തിയ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വെച്ചാണ് വേടൻ്റെ വിവാഹ വാർത്ത ഏവർക്ക് മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ തന്നെ വ്യക്തമായി, വിവാഹത്തിൻ്റെ പരികർമ്മിയും എം.വി. ഗോവിന്ദൻ തന്നെയാകും. എന്താണ് റാപ്പർ വേടനും എം.വി. ഗോവിന്ദനും തമ്മിലുള്ള ഇത്ര അടുത്ത ബന്ധം? അതിതുവരെയും വ്യക്തമല്ല. പക്ഷേ റാപ്പർ വേടൻ ഏത് അബദ്ധത്തിൽ ചെന്ന് ചാടിയാലും അവിടെ എല്ലാം എം.വി. ഗോവിന്ദൻ മാഷിൻ്റെ കൈയയച്ച സഹായമെത്തും, പിന്തുണയെത്തും. ഇരുവരും ഏറെ നാളെ പ്രണയത്തിലാണെന്നും ഫെബ്രുവരി 24-ാം തീയതി തൃശ്ശൂർ വച്ച് വിവാഹം നടക്കുമെന്നുമാണ് എം.വി. ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. എം.വി. ഗോവിന്ദൻ ആദ്യമായി ഈ വിവാഹകാര്യം ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ ചടങ്ങിലെ മറുപടി പ്രസംഗത്തിൽ വേടനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. എൻ്റെ മാഷ് പറഞ്ഞതുപോലെ 24-ാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കല്യാണമാണ് എന്നാണ് വേടൻ പറഞ്ഞത്. അപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ആ വിവാദത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ്. പാട്ടിനൊപ്പം പരാതികളും പോലീസ് കേസുകളുമൊക്കെ ഈ വർഷങ്ങളിൽ വേടനെ വിടാതെ പിന്തുടർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് റാപ്പർ വേടനെ തേടിയെത്തിയത്. ലഹരി ഉപയോഗത്തിനും ലഹരി കൈവശം വച്ചതിനും വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലും വേടനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസുകളിലെല്ലാം വേടന് പിന്നീട് ജാമ്യം ലഭിച്ചു. ഇതുകൂടാതെ വേടനെതിരെ മീറ്റു ആരോപണങ്ങളും മുമ്പ് ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് സഖാവ് എം.വി. ഗോവിന്ദൻ മാഷ് വേടൻ്റെ ഇപ്പോഴത്തെ വിവാഹകാര്യവും പൊതുവേദിയിൽ പ്രഖ്യാപിച്ചത്. നവമി ലതയും വേടനുമായി ഏറെ നാളത്തിലെ പ്രണയത്തിലാണെന്നാണ് സൂചന. പൊതുവേദികളിൽ വേടനൊപ്പം നവമി ലതയും എത്താറുണ്ട്. എന്തായാലും ഫെബ്രുവരി 24-ന് തൃശ്ശൂരിൽ വച്ചാണ് വിവാഹം. രജിസ്റ്റർ മാരേജ് ആയിരിക്കുമെന്ന് വേടനൊപ്പം എം.വി. ഗോവിന്ദൻ മാഷും പ്രഖ്യാപിച്ചിട്ടുണ്ട്.